ഇന്ത്യ ജയിച്ചുവെന്ന് വിശ്വസിക്കാനാതിരിക്കുകയാണ് ഇന്ത്യൻ ആരാധകർ. അതുപോലത്തെ മത്സരമാണ് ഇന്ന് നടന്നത്. പാകിസ്ഥാൻ 100% ജയിച്ച മത്സരമാണ്. എന്നാൽ ഇന്ത്യ അവസാനം കളി തിരിച്ചു പിടിച്ചു. 6 റൺസിൻ്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. 113 റൺസ് മാത്രമേ പാകിസ്ഥാൻ ടീമിന് എടുക്കാൻ സാധിച്ചുള്ളൂ. അതുപോലത്തെ മികച്ച ബൗളിംഗ് ഇന്ത്യ പുറത്തെടുത്തു. ഇന്ന് കളി തോറ്റ ശേഷം പാകിസ്ഥാൻ ക്യാപ്റ്റൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. കളി തോറ്റ് ബാബർ അസം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കളി ഞങ്ങൾ ജയിച്ചുവെന്ന് ഉറപ്പിച്ചതായിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമല്ല. ഇന്ത്യൻ ബൗളേഴ്സ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഞങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിക്കണമായിരുന്നു. ഞങ്ങൾ കളി ഗൗരവമായി കണ്ടില്ല. ഞങ്ങൾ തന്നെ ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ വളരെ ഈസി ആയിട്ടാണ് ഇന്ന് കളിച്ചത്. എന്നാൽ പിന്നീട് കളി ഞങ്ങളെ കൈവിട്ടുപോയി. ഇന്നത്തെ മാച്ച് ഞങ്ങളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഇന്ന് തോറ്റാലാത്ത ഞങ്ങൾക്ക് പണിയാണ്. കാരണം ഞങ്ങൾ ഓൾറെഡി ഒരു കളി തോറ്റിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഇന്ന് ഇന്ത്യക്കെതിരെ ജയിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ചെയ്യാൻ സാധിച്ചില്ല. ബാറ്റിങ്ങിൽ തന്നെയാണ് ഞങ്ങൾക്ക് പണിയായത്. ഇന്ത്യൻ ടീമിനെ 119 റൺസ് ഞങ്ങൾ ഓൾ ഔട്ടാക്കി. പക്ഷേ സെക്കൻഡ് ബാറ്റിങ്ങിൽ ഞങ്ങൾക്ക് നല്ല കളി പുറത്തെടുക്കാൻ സാധിച്ചില്ല. റിസ്വാൻ ഔട്ടായതാണ് കളിയിലെ ടേണിംഗ് പോയിന്റ് ആയത്. അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ബാബർ അസം വ്യക്തമാക്കി. പാകിസ്ഥാൻ ആരാധകർ പേടിച്ചിരിക്കുകയാണ്. ഇതുപോലത്തെ ഒരു തോൽവി ഈ അടുത്തൊന്നും പാകിസ്ഥാൻ ടീം ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരിക്കില്ല. ജയിച്ച മത്സരമാണ് അവസാനം പാകിസ്ഥാൻ കൊണ്ടുപോയി കളഞ്ഞത്. ഇന്നത്തെ മത്സരത്തിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ബുംറയ്ക്ക് തന്നെയാണ്. ബുംറയാണ് ഇന്ത്യക്ക് കളി തിരിച്ചു പിടിച്ചു തന്നത്. ബുംറയുടെ ബൗളിങ്ങിൽ പാകിസ്ഥാൻ ടീമിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ ബുംറ വന്ന് കളി തിരിച്ചു പിടിച്ചു. അവസാന ഓവർ അർഷദീപും നന്നായി എറിഞ്ഞു. ഇതോടുകൂടി പാകിസ്ഥാൻ നാണം കെട്ടു. ചരിത്ര വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. പാകിസ്ഥാനെതിരെ ജയിക്കുമ്പോൾ ഇന്ത്യൻ ആരാധകർക്ക് സന്തോഷമാണ്. കാരണം തോറ്റ മത്സരമാണ് ഇന്ത്യ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.